ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിശ്വൻ റൂമിൽ വന്ന് ഷർട്ട് അഴിച്ച് ഇങ്ങനെ അടിയുടെ പാടൊക്കെ നോക്കും. അപ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇതെന്താ വിശ്വമായിട്ട് അത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടിക്കയറി വന്നു കേട്ടോ. അപ്പോഴത്തേക്കും വിശ്വൻ ആ ഷർട്ട് അങ്ങോട്ട് പൊതിഞ്ഞു. വിശ്വനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചു. മേല് മുഴുവൻ ലാത്തി അടിച്ചതിൻ്റെ പാടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. സത്യം പറ വിശ്വട്ടാ, ആ പോലീസുകാർ തല്ലിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ശ്രീജയെ, ഒന്നുമില്ലെന്നേ. അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ച വിനായകനെ അവർ തല്ലിയതേ, അത് അച്ഛന് വലിയ വിഷമമായിപ്പോയി. പിന്നെ സങ്കടം കൊണ്ട് അച്ഛന് നെഞ്ചുവേദന വന്നായിരുന്നു. എന്നെ മാറ്റി നിർത്തുക ചെയ്ത്, വേറെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്നെ തല്ലണത് അച്ഛൻ കണ്ടില്ല. പിന്നെ പുറത്ത് വന്നപ്പോൾ എന്നെ തല്ലിയില്ലെന്നാണ് ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ഒന്ന് വിനായകൻ ചൂട് പിടിക്കുന്നതും മരുന്ന് പുരട്ടുന്നതൊക്കെ കണ്ടപ്പോഴേ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞതേ, അതുകൊണ്ടാണെന്ന് വിശ്വൻ ഇങ്ങനെ പറയാം. വെറുതെ അവരെ കൂടെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാന്ന് ചോദിച്ചു. വിശ്വട്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ വിശ്വനെ കെട്ടിപ്പിടിച്ച് ചങ്ക് പൊട്ടിക്കരയാം. പിന്നെ ഈ ലാത്തി കൊണ്ടുള്ള അടിയല്ലേ, അതാ ഈ ചുമന്ന പാടൊക്കെ, നീ ചുമ്മാ വിഷമിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീജയെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദിനിയെയും വിനായകനെ. അപ്പോൾ വിനായകൻ നിങ്ങൾ ഉറങ്ങിയോ എന്നും ചോദിച്ചുകൊണ്ട് നന്ദിനി ചെല്ലുന്നിട്ട് വിനേട്ടാ എന്ന് പറഞ്ഞ് തട്ടി വിളിച്ചു. ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നന്ദിനി എന്തോ നടി, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അയ്യോ എന്നെ തൊടലേ, ഞാൻ എഴുന്നേറ്റുള്ളാവേ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ തന്നെത്താൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. എന്തോ അടി എന്നാന്ന് ചോദിച്ചു. അപ്പം നിങ്ങളുടെ അച്ഛൻ ഇന്ന് വിളിച്ചത് കേട്ടില്ലേ, ക്ഷുദ്രജീവിയെന്ന്. വിളിച്ചു. നിന്നെ അല്ലല്ലോ, ആ ഇൻസ്പെക്ടറല്ലേ വിളിച്ചത്. ഒരവസരം ഒത്തു കിട്ടിയപ്പോൾ അവനെതിരെയുള്ള എല്ലാ ക്ഷുദ്രജീവികളും ഒരുമിച്ചു എന്നും പറഞ്ഞ് അച്ഛൻ നോക്കിയത് ആരെയാ? എന്നെയാ നോക്കിയത്. അപ്പം അതിൻ്റെ അർത്ഥം ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്ഷുദ്രജീവിയാണെന്നല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിലും നിനക്കത് മനസ്സിലാവട്ടെ എന്ന് അച്ഛൻ വിചാരിച്ച് കാണുമെന്ന് പറഞ്ഞു. ദേ പോലീസുകാർ പുറന്തല്ലി പൊളിച്ചതേ ഉള്ളൂ, ഞാൻ ഇയാളുടെ കണ്ണു രണ്ടും കുത്തിപ്പൊട്ടിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. എടീ, മേലുവേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നത്. നിനക്കിപ്പോൾ എന്നതാ വേണ്ടത്? നിങ്ങളുടെ അച്ഛനും ഒരു ഗുണ്ടയായി മാറിയോ എന്ന് എനിക്കറിയണം. എന്തോന്ന്? ഇത്രയധികം തല്ല് നിങ്ങൾക്ക് കിട്ടാൻ കാരണം അവൻ ഒറ്റയൊരുത്തനല്ലേ? എന്നിട്ട് തല്ല് വാങ്ങിയ നിങ്ങളെക്കാളും ഒളിവിലിരിക്കുന്ന അവനോടാണല്ലോ നിങ്ങളുടെ അച്ഛനിപ്പോൾ കൂറ്. പിന്നെ ഇനി അവനെങ്ങാനും തിരിച്ചു വന്ന രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കൊട്ടേഷൻ എടുക്കാൻ പോണതെന്ന് എനിക്കൊന്ന് അറിയണം എന്നൊക്കെ നന്ദിനി കിടന്ന് തുള്ളുക. അപ്പം എടി, അത് ഇത്രയും കാലം അവനോട് അച്ഛൻ അകലം പാലിച്ചെന്ന് നടന്നതിൻ്റെ കാരണം ഞാനായിരുന്നല്ലോ, അതായിരിക്കുമെന്ന് വിനായകൻ പറയുമ്പം ദേ പണ്ട് നടന്നതെല്ലാം നിങ്ങളോട് തുറന്ന് സമ്മതിച്ചത് കൊണ്ടല്ലേ ഈ ആട്ടതുപ്പൊക്കെ കേൾക്കേണ്ടി വരുന്നതെന്ന് വിനായകനോട് നന്ദിനി ചോദിക്കുക. തെറ്റ് എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ നന്ദിനി എന്ന് വിനായകൻ അന്നേരം പറഞ്ഞു. അതാദ്യമേ എന്നോട് ഏറ്റു പറയണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കുത്തുവാക്കം കേട്ട് ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ നന്ദിനി. അപ്പോൾ എടി നന്ദിനി, ഒരിക്കൽ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ നമ്മളെ. കരഞ്ഞ് കാല് പിടിച്ചിട്ട് അതിനകത്ത് തിരിച്ചു കയറിയത്. നീയായിട്ട് ആ അവസ്ഥയിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചേക്കരുത് പ്ലീസ്. അത്ര എനിക്ക് നിന്നോട് പറയാനുള്ളൂ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇത് പറയേണ്ടത് ആരോടാണെന്ന് എനിക്ക് അറിയാവുന്ന നന്ദിനി. നീ എന്നതാ ഉദ്ദേശിക്കണേ? ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞു നന്ദിനി അവിടെ നിന്ന് ഒരു പോക്ക്. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ വിളിക്കുന്നത് വേദ. അപ്പോൾ വേദ ഈ കോള് കണ്ട് എടുത്തു കേട്ടോ. ഹലോ നന്ദിനി എടുത്തി, എടി നീയും നിന്റെ ഗുണ്ടാ ഭർത്താവും വിക്രവും കൂടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ ഭർത്താവ് ഈ കുടുംബത്തിലുള്ളവരും അറിയൂടി നിനക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒച്ച വെച്ചു. അപ്പോൾ ഞാൻ കാരണോ? ഞാൻ എന്ത് ഉത്തരവാദിത്വം, എന്ത് തെറ്റാ അതിന് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ അങ്ങനെ ഒളിച്ചു കളിക്കാനൊന്നും നോക്കല്ലേ. നീ വിക്രത്തെ കൊണ്ട് ആ വരുണിനെ കൊല്ലിച്ചത് നിന്റെ അനിയത്തെ അവരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേടി എന്ന് നന്ദിനി വേദയോട് ചോദിച്ചു. നന്ദിനി എടുത്ത് എന്തൊക്കെയാ പറയുന്നേ? അപ്പം നീ ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. നീയും വിക്രവും കൂടി നിന്റെ അനിയത്തിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയതും അവൾ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ബന്ധത്തിൽ ഉറച്ചു നിന്നതും അങ്ങനെയൊക്കെ എനിക്കറിയാവുന്നൊക്കെ നന്ദിനി പറയാം. വരുണിനെ പോലെയുള്ള ഒരുത്തനിൽ നിന്ന് അനിയത്തെ രക്ഷിക്കാൻ നീ നിന്റെ ഗുണ്ടാ ഭർത്താവിന് കൊട്ടേഷൻ കൊടുത്തു. അപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞ് തലയാട്ടുക. അപ്പോൾ അവനത് ഭംഗിയായിട്ട് ചെയ്ത് നൈസിന് ഒളിവിലും പോയി. ഇപ്പോൾ വിക്രം എവിടെയാണെന്നും ചോദിച്ച് പോലീസ് ഈ വീട്ടിലാണ് കയറി ഇറങ്ങുന്നത്. ഇന്ന് അച്ഛനെയും അവൻ്റെ ചേട്ടന്മാരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യുന്നതിനിടയിൽ SI കൈതരിപ്പ് തീർത്തതേ വിനയേട്ടൻ്റെ ദേഹത്താണെന്ന കാര്യം പറയാം. അപ്പം വേദ അന്തം വിട്ട് നിൽക്കുക. അയ്യോ, അച്ഛനെന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പം അച്ഛന് ശരീരത്തിനൊന്നും പറ്റിയില്ല, പക്ഷെ ഇപ്പോഴേ ഈ ധർമ്മവും നീതിയൊക്കെ ഉപേക്ഷിച്ച് കൊട്ടേഷൻ പണിക്ക് ഇറങ്ങുന്ന മട്ടിലായിട്ടുണ്ട് എന്ന് നന്ദിനി പറയണം. അപ്പോൾ വേദ ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അതായത് മേലിൽ ഈ വിഷയത്തിൻ്റെ പേരും പറഞ്ഞ് പോലീസ് ഈ വീട്ടിൽ ഇനി കയറാൻ പാടില്ല എന്ന് പറയാം. ഞാൻ ദർശനെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു നന്ദിനെടുത്തി, പക്ഷെ അവർ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് വേദ പറയുമ്പം അടി കിട്ടാനുള്ള 1 ഇഞ്ച് സ്ഥലം ഇനി വിനേട്ടൻ്റെ ശരീരത്തിൽ ഇല്ല, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ചേട്ടനൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ നിന്റെ ആശ്വസിപ്പിക്കൽ കൂടി താങ്ങാനുള്ള ശേഷി അത് വിനേട്ടനില്ല എന്ന് നന്ദിനി വേദയോട് പറയുക.
അപ്പോൾ എന്നും ചോദിച്ചുകൊണ്ട് വിനായകൻ അവിടെ ഇരുന്ന് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടി കാണിക്കുക നന്ദിനി. അതുകൊണ്ട് നീ വക്കീലിനോടോ നിൻ്റെ അച്ഛൻ ജഡ്ജിയോടോ ഏത് കൊമ്പത്താളോട് പറഞ്ഞിട്ടാണെങ്കിലും ശരി ഇതൊന്നും നിർത്തിത്തരണം. ഇനി മേലിൽ എൻ്റെ ഭർത്താവ് ഇതിൻ്റെ പേരിൽ ഒരു അടി കൊള്ളരുത്. പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഫോൺ ഇങ്ങ് കട്ട് ചെയ്തു. അപ്പം വേദ ഹലോ എന്ന് വെച്ചെങ്കിലും അപ്പോഴത്തേക്കും കട്ട് ചെയ്തിട്ട് ആശാത്തി അങ്ങ് പോയല്ലോ. നീ എന്തൊക്കെയാണ് നന്ദിനി കാട്ടിക്കൂട്ടുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനിലാക്കിയപ്പോൾ സമാധാനമായോ? എടി വരുണിനെ കൊന്നത് വിക്രമാണെന്ന് നിനക്കങ്ങനെ അറിയാവടി? ഈ കീചകൻ ചത്തപ്പോൾ കൊന്നത് ഭീമനാണെന്ന് എങ്ങനെയാ കൗരവർ മനസ്സിലാക്കിയത്? അത്രേ ഉള്ളന്നേ ഇതും. ഇനി അവൾ നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ. പുറം വേദനക്കാരൻ അങ്ങ് മാറി കിടക്കുക, എനിക്ക് ഉറങ്ങണം എന്നും പറഞ്ഞു നന്ദിനി അങ്ങ് നീണ്ട നിവർന്ന് അങ്ങ് കിടന്നു. ലൈറ്റ് ഓഫ് ചെയ്യടിയെന്ന് പറഞ്ഞു. ലൈറ്റ് ഓഫ് ആക്കി വന്ന് അങ്ങ് കിടന്നു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ വിക്രത്തെയാണ്. വിക്രയുടെ മുടിയൊക്കെ ചെയ്യിക്കൊണ്ട് നിൽക്കുമ്പോൾ വേദ നന്ദിനി പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ വിളിച്ചു ഇഷിതയുടെ നമ്പറിലേക്ക്. ഇഷിത അന്നേരത്തേക്ക് ഓടി വന്ന് ഫോൺ എടുത്തു. ഹലോ പറ, എന്താന്ന് വേദ? അപ്പോൾ നിങ്ങൾ റെഡിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ നീ സമയം പറഞ്ഞാൽ മതി. അതെ വിക്രം എവിടെയാണെന്ന് ചോദിച്ചേ. ആ നേരത്തേക്ക് ഒന്ന് ചിരിച്ചു ഇഷിത. നീ എന്തിനാ ചിരിക്കുന്നേ? കാര്യം പറയടി. ഞാനാ ട്രെൻഡിങ് റീലൊന്ന് ഓർത്ത് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് റീല്? വിക്രം നീ എവിടെയാ? വിക്രം എവിടാടാ എന്നുള്ള റീലേ. അപ്പോഴത്തേക്കും ഏതൊക്കെ ചിരിയും വന്നേ. ദേ തമാശ പറയാതെ നീ ഫോൺ വിക്രത്തിൻ്റെ കയ്യിലൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ആവാമേ കൊടുക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഫോണുമായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോയി. വിക്രം നേരം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇഷിതയുടെ വരവ് ആ ഫോൺ കൊണ്ടുവന്ന് വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വിക്രം ഹലോ റെഡി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ 12 മണി കഴിയുമ്പം എത്തിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം CCTV ഞാൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗേറ്റ് പാതി തുറന്നും കിടപ്പുണ്ടാവും. പുറത്തെത്തിക്കഴിഞ്ഞാലേ എനിക്കൊരു റിങ് തരണം. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യുമെന്നും പറഞ്ഞു. അകത്തെ മുറികളിലെ ഫാൻ മാത്രമേ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. നേരെ കയറി വന്നാൽ മതി, ഞാൻ മുകളിൽ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുക. അന്നേരം അതെ വേദ എന്ന് പറഞ്ഞ് വിക്രം വിളിച്ചു. എന്താ കാര്യം? നിനക്ക് ഇത് കൂടുതൽ റിസ്ക് ആവുമോ വേദ? ഈ റിസ്ക് നമ്മളിപ്പോൾ ഒരുമിച്ചെടുത്തേ പറ്റൂ എന്ന കാര്യം വേദ വിക്രത്തോട് പറയുക. വിക്രം ഇപ്പം തന്നെ കാര്യങ്ങളാകെ പ്രശ്നമായി കഴിഞ്ഞെന്നും പിന്നെ അച്ഛനെയും ചേട്ടന്മാരെയും ആ ഇൻസ്പെക്ടർ സാബു സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവരെ ഒരുപാട് ഉപദ്രവിച്ചെന്നാണ് പറഞ്ഞത് കേട്ടത്. തല്ലി ചതച്ചെന്ന നന്ദിനിയടുത്ത് വിളിച്ചു പറഞ്ഞതെന്നുള്ള കാര്യവും വേദ പറയുക. അത് കേട്ടപ്പം അച്ഛനെയോ? അയാളുടെ സ്വഭാവം വിക്രത്തിന് അറിയാവുന്നതാണല്ലോ. വിക്രമിനെ കിട്ടാതെ വെകിളി പിടിച്ച് നടക്കുകയായിരിക്കും അയാൾ. തൽക്കാലം വിക്രം അയാളുടെ കയ്യിൽ പെടാതെ തന്നെ സൂക്ഷിക്കണം. നിയമപരമായി എന്താ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് ആലോചിക്കാമെന്നും വേദ ഇങ്ങനെ വിക്രത്തോട് പറയുക. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ നന്ദിനിയടുത്തിയാണ് വിളിച്ചത്. പിന്നെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ആൾ പറയുമ്പോൾ അറിയാലോ, കുറച്ച് കൂട്ടിയേ പറയാനും വഴിയുള്ളൂ. നാളെ എന്തായാലും നമുക്ക് അന്വേഷിക്കാവുന്നേ. എന്തായാലും വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം വിക്രത്തിന് ഭയങ്കര സങ്കടം. ശരിയെന്ന് പറഞ്ഞു. വിക്രം എന്താ വിക്രം ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാനവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ ഒരു വഴിയില്ല. ഉണ്ടെങ്കിൽ അത് നന്ദിനിയെ അടുത്ത് പറഞ്ഞേനെ എന്ന കാര്യം വേദ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ കാരണം അച്ഛൻ അങ്ങനെയൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. തൽക്കാലം ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ നോക്കുക കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ വിക്രത്തിന് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? വിക്രമാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇരിക്കുക. ഇഷിത അന്നേരം വിക്രം വരുന്നത് നോക്കി പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്കും പതുക്കെ വിക്രം ഇറങ്ങി വന്നു. ഫോൺ കൊണ്ടുവന്ന് ഇഷിതയുടെ കയ്യിൽ കൊടുത്തു. സംസാരമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. 12 മണി കഴിഞ്ഞ് അവിടെ എത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ പോയി കിടന്നു, ഞാൻ വിളിച്ചോളാവെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാറിൻ്റെ കീ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു ഇഷിത. അവിടേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു വിക്രം. അപ്പോൾ അതൊന്നും ശരിയാവത്തില്ല, വേദ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്ലീസ് എനിക്കൊരു 1/2 മണിക്കൂർ സമയം തന്നാൽ മതി പ്ലീസ് എന്നും പറഞ്ഞ് വിക്രം പറയാം. അപ്പം നടക്കുന്ന കാര്യമല്ല വിക്രം അതെന്ന് ഇഷിത നിർബന്ധിച്ചു പറയുക. എങ്കിലും എനിക്കൊരു വണ്ടി വിളിച്ച് പോകേണ്ടി വരും എന്ന് വിക്രം ഇഷിതയോട് പറഞ്ഞു. ആരും അറിയാതെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരണം, അത്ര മാത്രമേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇഷിതയുടെ കാറാകുമ്പോൾ ആരും അത് സംശയിക്കില്ലല്ലോ. അപ്പോൾ എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു ഇഷിത. അത് ഞാൻ വന്നിട്ട് പറയാം, തൽക്കാലം വേദയോട് പോലും പറയാൻ പറ്റാത്തൊരു കാര്യമാണെന്ന കാര്യം വിക്രം ഇഷിതയോട് പറയാം. അപ്പോൾ ഇഷിതയ്ക്കൊരു പേടി, ഇന്നത് നടന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളാരും പറയുന്നത് പോലെ ചെയ്യാൻ പറ്റാതാവും, അത്രയ്ക്ക് അത്യാവശ്യമായി പോയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കീ തരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ കുഴപ്പത്തിൽ ചെന്ന് ചാടിയേക്കരുതെന്ന് പറഞ്ഞപ്പം ഇനി കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞു വിക്രം. ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ എല്ലാവർക്കും അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. പിന്നെ അത്
അതൊരു പക്ഷേ ഇഷിതയ്ക്ക് വരെ പ്രശ്നമാകും. സോ പ്ലീസ് ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് വിക്രം 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് വണ്ടി ഒന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ വിക്രം നിർബന്ധിച്ച് പറഞ്ഞ് ഇഷിതയോട് നിർബന്ധിച്ച് പറഞ്ഞ് വണ്ടി വിക്രം മേടിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആ എസ് ഐയും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ വെള്ളവാടി പാർട്ടിയും ഇന്ന് കൊണ്ടുപോയി അതുങ്ങളെ തല്ലി ചതച്ചതിൻ്റെ ആഘോഷവും ഒക്കെ പങ്കുവെച്ചോട്ട് അവിടെ ഇരിക്കുവാണ്. ഇടയ്ക്ക് അവൻ്റെ ചെവിയിൽ എത്തുന്ന ഭാഗത്തിന് അവൻ്റെ വീട്ടുകാരെ ഒന്ന് ഉപദ്രവിച്ചങ്ങ് വിട്ടേക്കണം. ഇനി സാബുവിൻ്റെ ഉത്തരവാദിത്വം അതാണെന്ന് പറയുമ്പം അയ്യോ എൻ്റെ പൊന്നു സാറേ, സംഗതി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അവരുമല്ല പരാതിയായിട്ട് പോയാലേ എൻ്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാണെന്ന് സാബു ഇയാളോട് പറയുമ്പോൾ ഇയാളൊരു അട്ടഹാസ ചിരി, ഒരുമാതിരി ആക്കിയുള്ള ചിരി. ഓരോ പരാതിക്കും അവർ പോവില്ല എന്ന കാര്യം പറയുവാണ് ഇയാൾ. അപ്പം താൻ ആ വീട്ടിലെ ആണുങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വേണ്ടുന്നത് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വാസുവിൻ്റെ ആൾക്കാരെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചോളാം എന്ന കാര്യം ഇയാൾ പറയുക. പിന്നെ വാസുവിൻ്റെ ആളുകൾ കയറി ഇറങ്ങുന്ന വീട് എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങുമ്പോൾ അവനെ കാര്യം മനസ്സിലായിക്കോളും എന്ന് ഈ സാബു എന്ന് പറയുന്നവനോട് പറയുക കേട്ടോ. അങ്ങനെ ഇവന്മാരുടെ ചെയ്തികൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഇവന്മാർ പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുക. പിന്നെ ഒരിക്കലും അവൻ ഒളിച്ചിരിക്കാൻ സാധിക്കരുത്. വീട്ടുകാർ വലയുമ്പോൾ അവൻ പുറത്ത് ചാടിക്കണം അവനെ. പിന്നെ അവനെ പുറത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാസുവൻ അവനെ തീർക്കും, ഉറപ്പാ. അവൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അവസാനമായി, പിന്നെ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ഇയാളിങ്ങനെ അവിടെ ഇരുന്ന് പറയുവാണ്. പുളിക്കനെ അവന് കിട്ടുന്നതിന് മുൻപ് നമുക്ക് പുളിക്കനെ കിട്ടണമെന്നുള്ള കാര്യവും സാബുവിനോട് പറഞ്ഞു. അന്നേരം സാറ് ധൈര്യമായിട്ടിരുന്നു, സാറേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പുളിക്കനെ ഞാൻ ഉള്ളം കയ്യിൽ വെച്ച് തന്നിരിക്കും, സാറ് നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അതായത് ശ്രീനിവാസൻ പുളിക്കനെ പിടിക്കുന്നതിന് മുമ്പ് അവനെ പിടിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ ആ സാബുവിനോട് പറഞ്ഞത്. അങ്ങനെ അവന്മാർ രണ്ടുപേരും കൂടെ അട്ടഹാസ ചിരിയും വിജയശ്രീ ലാളിതരായി എന്നുള്ളതിൽ നിൽക്കാം. ഇന്നെന്താ ശ്രീകാന്ത് സാറില്ലാത്തത്? അവൻ ഭാര്യയും കൊണ്ട് സിനിമയ്ക്ക് പോകണം, രാത്രി 11 മണിക്കുള്ള ഷോയ്ക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഹോ ഹാ 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 എന്നും പറഞ്ഞുകൊണ്ടിരുന്ന് ചിരിക്കുക രണ്ടുപേരും കൂടി. അങ്ങനെ ചിരിച്ച് കുറേ നേരം ഇരുന്ന് കുറേ ഒഴിവാകത്തരൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ ഞാൻ പോട്ടെ സാറേ, പിന്നെ ഇനി കഴിച്ചാൽ വണ്ടി ഓടിച്ച് പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഇയാൾ എന്നെ കക്കന്ന് പറഞ്ഞ് ചിരിക്കുക. അതിനിപ്പോൾ എന്താടോ, സാധാരണ ആൾക്കാർക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ, പോലീസ് ആണെങ്കിലോ എന്ത് പോക്കൃത്തരവും ആകാമെന്നല്ലേ പഴമൊഴി. എന്നാലും അത് വേണ്ട സാറേ, മതി. അപ്പോൾ പിന്നെ എന്നാ രാത്രി യാത്രയില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അയാൾക്ക് കയ്യും കൊടുത്ത് ഇയാൾ പോവുക. ബുള്ളറ്റൊക്കെ ഓടിച്ച് പോകുമ്പം മറ്റേ ശ്രീകാന്തിൻ്റെ അമ്മായച്ചൻ ഇങ്ങനെ നെടുവീർപ്പിട്ട് നീണ്ടു നിവർന്ന് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വിക്രം ഒരു മുഖംമൂടിയൊക്കെ പുതച്ച് ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മതിയായ മുളയൊക്കെ കയ്യിലിരിപ്പുണ്ടേ, ഒലക്ക പോലത്തെ ഒരു മുള. ഈ വഴിയിലൂടെ അവൻ വന്നപ്പോഴത്തേക്കും അവനൊക്കെ എണി വെച്ച് അവിടെ വീഴ്ത്തി നമ്മുടെ വിക്രം. ഇവൻ ബൈക്കും മറിഞ്ഞതേ കിടക്കുന്നു നിലത്ത്. അപ്പോൾ പൂസ ആയതുകൊണ്ട് ഇവൻ എഴുന്നേറ്റ് വരാനൊക്കെ കുറച്ച് സമയം വേണം. ഇവൻ എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞെരിഞ്ഞൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അപ്പം നമ്മുടെ വിക്രം ഒരു വലയുടെ പുറകിലായിരുന്നേ, അതിൽ നിന്ന് നേരെ ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന, അതായത് മുളയൊക്കെ കുത്തിപ്പിടിച്ച് മുഖമൊക്കെ മറിച്ചൊരാൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ വന്ന് നിൽക്കുന്നവനെ കണ്ടപ്പോൾ ഇവനൊന്ന് ഞെട്ടി, ആരാടാ അതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കുക, ഇവനെ തുറിച്ച് നോക്കി നിൽക്കുമ്പോൾ മറ്റവന് മനസ്സിലായില്ല ഇത് ആരാ എന്നാണെന്നേ. എന്നിട്ട് ഈ പോലീസുകാരനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. നമ്മുടെ വിക്രം നേരത്തേക്ക് പതുക്കെ ചട്ടി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇവനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ നമ്മുടെ വിക്രത്തിനെ കയറി അങ്ങ് പിടിച്ചു. വിക്രത്തിൻ്റെ കാലയിൽ വട്ടം അങ്ങ് പിടിച്ചു, വിക്രത്തിൻ്റെ മുറിവുള്ള കാലയിൽ. അപ്പോൾ വിക്രത്തിന് ശരിക്കും വേദനിച്ചു. അപ്പോഴത്തേക്കും വിക്രം ആ മുളയെടുത്ത് അവൻ്റെ കാലയിൽ വട്ടം ഇങ്ങനെ ഒരു കുടുക്കുണ്ടാക്കി അവനെ അതിനകത്തിട്ട് വലിച്ചു. ഇവനെ നേരത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞുകൊടുത്ത് കാറും ആൾ സഞ്ചാരം ഇല്ലാത്തതുകൊണ്ട് ആരും അറിയില്ലല്ലോ, കൂട്ടത്ത് അവനിട്ട്. പിന്നെ അവിടെ ഇട്ടെന്ന് പറഞ്ഞാൽ വിക്രം അവനെ ഇടിച്ച് അവൻ്റെ നട്ടൽ ചവിട്ടി ഒട്ടിക്കുന്ന രീതിയിൽ അവനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ്. എന്തായാലും വിക്രത്തിൻ്റെ ആദ്യത്തെ തന്നെ മുളപ്രയോഗത്തിൽ അവൻ തലകറങ്ങി വീണ് കഴിഞ്ഞു. അപ്പോൾ അവനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളിലും വിക്രം അവനെ അടിപ്പതറിച്ച് അവനെ കീഴ്പ്പെടുത്തി അവനെ ഇനി ഒന്നിനും കൊള്ളില്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു.
എല്ലാവർക്കും ടാറ്റാ.